സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെ തകിടം മറിച്ചുകൊണ്ട് അരിവില കുത്തനെ ഉയരുകയാണ്. ആഴ്ചകൾക്ക് മുമ്പാണ് അരിവില കുത്തനെ ഉയർന്നു തുടങ്ങിയത്. ആന്ധ്രാപ്രദേശിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അരി ആവശ്യത്തിന് കേരളത്തിലേക്ക് ലഭിക്കാതെ വന്നതാണ് പൊതുവിപണിയിലടക്കം അരിവില ഉയരുവാൻ കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 28 രൂപ മുതൽ മുകളിലേക്കാണ് ഇപ്പോൾ സാധാരണ അരി. പാക്കറ്റ് അരിയാണെങ്കിൽ വില 35 1 കിലോയ്ക്ക്. സാധാരണക്കാരായ ആളുകളെല്ലാം ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ഭക്ഷ്യപദാർത്ഥം എന്ന നിലയിൽ അരിയുടെ വില വർദ്ധിച്ചിരിക്കുന്നത് സാധാരണ കുടുംബങ്ങളെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. നിർധന കുടുംബങ്ങൾക്ക് APL BPL വിഭാഗങ്ങളുടെ വേർതിരിവുകൾ പരിഗണിച്ചാണെങ്കിലും പൊതുവിപണിയിൽ അരി ലഭിക്കുമെന്നത് നേരിയ ആശ്വാസമാണ്. പൊതുവിപണിയിൽ കുറഞ്ഞ വിലയ്ക്ക് അരി ലഭിക്കുന്നുണ്ട് എങ്കിൽ പോലും സാധാരണ കടകളിൽ അരിവില കുത്തനെ ഉയർന്നത് ദോഷകരമായി തന്നെ ബാധിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാർഷിക മേഖലയ്ക്ക് കരുത്തു പകരുന്ന നടപടികൾ ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ സ്വീകരിക്കാതിരുന്നത് മൂലം നെൽകർഷകർ കാര്യമായി ഈ മേഖലയിൽ നിന്ന് പിന്തിരിഞ്ഞതാണ് കേരളത്തിലേക്ക് അരി എത്താതിരിക്കുന്നതിന് കാരണമെന്നാണ് വ്യാപാരികൾ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോഴത്തെ വില വർധനവ് തുടർന്നാൽ ക്രിസ്മസ് ആഘോഷങ്ങളിൽ കാര്യമായ മങ്ങലേൽക്കുന്ന രീതിക്കാവും അരിയുടെ വില ചെന്നെത്തുക. പ്രധാന കാരണം സർക്കാർ ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ് എല്ലാം സബ്സിഡി നിർത്തി. പിന്നെ അവിടെ വളർച്ച ബാധിച്ചുകൊണ്ട് മഴക്കുറവുകൊണ്ട് കൃഷി പാടെ വളർന്നു. സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കൃഷി തീരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഈ വരൾച്ച അതെല്ലാം കൂടി ആയപ്പോഴത്തേക്കും നമ്മുടെ ഈ നാട്ടിലേക്ക് അരി വരുന്നത്. മട്ടയരി, ചുമലയരി ഇതൊക്കെ വരുന്നത് ആന്ധ്രാപ്രദേശിലാണ്. അവിടെയാണ് കൃഷി ഏറ്റവും ദോഷമായിട്ട് വന്നിരിക്കുന്നത്. സർക്കാർ ഭാഗത്തൊന്നും യാതൊന്നുമില്ല. അപ്പോൾ അവർ പിന്നെ എന്ത് ചെയ്യാനൊക്കെ? അങ്ങനെ വരുമ്പോൾ ഉള്ളതിന് വില കൂട്ടി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഇപ്പം കിട്ടുന്നതനുസരിച്ചല്ലേ കൊടുക്കാനൊക്കെ ഉള്ളൂ. ഫോറിൻ രാജ്യങ്ങളിൽ നിന്നും വരുന്നതായ സാധനങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ 10 രൂപയ്ക്ക് കിട്ടിയാൽ 11 രൂപയ്ക്കെങ്കിലും കൊടുക്കണ്ടേ? പക്ഷേ 10 രൂപയ്ക്ക് കിട്ടത്തില്ല. 10ൻ്റെ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ 50 100 വരെ ആയിരിക്കുകയാണ്. 100% വരെ പറഞ്ഞാൽ അതാണ് ഈ വില കൂടാൻ കാരണം. മഴക്കുറവ്, സബ്സിഡി കുറവ്, ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേന് പണിക്കാർക്ക് അടിക്കടി കൂടിക്കൊണ്ടിരിക്കും. കൃഷിക്കാർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. വലിയ വിലയെന്ന് പറയുന്നത് ഒരു കാര്യവുമില്ല, യാതൊരു വിശ്വാസവുമില്ല. അതനുസരിച്ച് കാശ് ഇങ്ങോട്ട് കിട്ടിയില്ലെങ്കിൽ അവർക്ക് പിന്നെയും മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ. അപ്പോൾ എത്ര കിട്ടിയാലും കൃഷിക്കാർക്കും തികയുന്നില്ല, പണിക്കാർക്കും തികയുന്നില്ല. എല്ലാവരുടെ കയ്യിലും കാശുണ്ട്, പ്രയോജനമില്ല എന്ന് പറഞ്ഞാൽ 10 രൂപയ്ക്ക് കിട്ടുന്നത് 100 രൂപയായിട്ട് മാറിപ്പോയി. ഇങ്ങനെ